പാലോട് രവിയുടെ ഓഡിയോ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ രാജി എഴുതി വാങ്ങുകയായിരുന്നു. ഇപ്പോൾ അതുമായി അന്വേഷണം നടത്തുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂർ ഏറ്റവും അവസാനം പാലോട് രവിയുടെ മൊഴിയിൽ എടുത്തിട്ടുണ്ട്. പണ്ട് ഇത്തരം ഒരു അന്വേഷണ കമ്മീഷൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്നു അല്ലെ, തീവ്രത അളക്കുന്ന അന്വേഷണ കമ്മീഷൻ. ഇപ്പോൾ മറ്റൊരു കമ്മീഷൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തീവ്രത അതിനത്ര വേണ്ടത്ര തീവ്രത ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് റിപ്പോർട്ട് വരുന്നത് അല്ലേ. ഒരു പീഡന കേസിലാണ് ശശിയുടെ. അപ്പോൾ അത് പിന്നീട് നമ്മുടെ ജോസഫൈൻ പറഞ്ഞ പോലെ അതൊക്കെ പാർട്ടിയുടെ കോടതി ഉണ്ടാകും, രക്ഷപ്പെടുത്തിക്കോളും എന്ന് പറഞ്ഞത്. പിന്നെ കോൺഗ്രസിൽ ഇത് അന്വേഷണം തുടങ്ങി റിപ്പോർട്ട് വന്നെന്ന് പറഞ്ഞാലും എന്തോ ചെയ്യുക അവർ. കോൺഗ്രസിലൊന്നും നടക്കാൻ പോകുന്നില്ലെന്നേ. അവർക്ക് പാലോട് രവി ഇപ്പുറത്ത് മാറിയെന്ന് വീണ്ടും ഇനിയും പറയും. അങ്ങോട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. തിരുവഞ്ചൂരൊക്കെ പിന്നെ വേറൊരു തരത്തിൽ അച്ചടക്കമുള്ള ആൾ തന്നെയാണ്. അച്ചടക്ക സമിതിയുടെ കൺവീനറാകാൻ, ചെയർമാനാകാൻ തന്നെ യോഗ്യനാണ് തിരുവഞ്ചൂർ. ഈ പാലോട് രവി പറഞ്ഞതിൽ എന്താ തെറ്റ്? വളരെയധികം കാര്യങ്ങൾ ഈ പ്രാദേശിക നേതാവായ ജലീലുമായിട്ട് സംസാരിച്ചു. അതിൽ ഏതാണ്ട് പ്രസക്തമായ ഭാഗങ്ങൾ, മർമ്മത്തിൽ കൊള്ളുന്ന ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് അത് പുറത്തു വിടുകയും ചെയ്തു. അതല്ലേ ശരിക്കും സംഭവിച്ചത്. അതായത് BJP-യുടെ 60 സീറ്റ്, അതുപോലെ തന്നെ UDF ശിഥിലമായി പോകും, കോൺഗ്രസ് എടുക്കാച്ചരക്കാണ്. ഇത് ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ തീർന്നു എന്നുള്ളത്. ഇത് ടെലിഫോണിൽ പറഞ്ഞതാണ്. ആ പ്രാദേശിക നേതാവിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പാലോട് രവി പറഞ്ഞ കാര്യമാണ്. അതിനകത്ത് പിന്നെ ഒരു 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 വഞ്ചനയല്ലേ കാണിക്കുന്നത് യഥാർത്ഥത്തിൽ. ആ ജലീലിനെ ഇനി എങ്ങനെ വിശ്വസിച്ച് ഇവർ പാർട്ടിയിൽ എവിടെയെങ്കിലും നിർത്തും? കാരണം പാർട്ടിക്കകത്തുള്ള പല കാര്യങ്ങളും ഇതുപോലെ ചോർത്തി കൊടുക്കത്തില്ലേ. ഇദ്ദേഹത്തിനോട് സംസാരിച്ചു. ഇദ്ദേഹം ഒരു പ്രവർത്തകനാണ്, ഒരു പ്രാദേശിക നേതാവാണ്. അത് എല്ലാവരും പറയാറില്ലേ. KPCC പ്രസിഡന്റ് ചിലപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉള്ള നേതാക്കന്മാരോട് പറയത്തില്ലയോ, നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ BJP കൊണ്ടുപോകും, നമ്മളൊന്നുമില്ലാതാകും, നമുക്ക് സ്വയം പിരിഞ്ഞു പോകേണ്ടി വരും എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ ഉടനെ അതെടുത്ത് വെച്ച് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ പ്രാദേശിക ലേഖകനെ വേണം ഇതിനകത്തുനിന്ന് ഇതിൽ നിന്ന് തന്നെ പുറത്താക്കേണ്ടത്. കാരണം ഇനിയും അവിടെ നിന്ന് കഴിഞ്ഞാൽ അപകടം ഉണ്ടാക്കും എന്നുള്ളതാണ്. പിന്നെ കോൺഗ്രസ്സുകാർ ഇതിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? കോൺഗ്രസ്സുകാർ ഇതിൽ ഭയക്കുന്നുണ്ട് BJP-യുടെ ഈ കടന്നുകയറ്റത്തിൽ. ഇപ്പോൾ സമീപ സമയത്ത് 2 ദിവസമായിട്ട് ചിലപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ പരസ്പരം സംസാരിക്കുന്നുണ്ട്. അതിന് തെളിവാണല്ലോ പാലോട് രവി. അന്ന് ഇവർ സംസാരിക്കുന്നുണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ടാവും. കാര്യം മുമ്പാണെങ്കിൽ ഇവർക്ക് ആ ഒരു പ്രശ്നമില്ലല്ലോ, എതിരിടാൻ LDF മാത്രം അല്ലേ. മുമ്പിലും പിറകിലും ഒന്നും നോക്കേണ്ട കാര്യമില്ല, നേരെ LDF-നോട് എതിരിടുക, ഇങ്ങനെ പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോഴതല്ല. എവിടെങ്കിലും UDF-ന്റെ പരാജയം ഉണ്ടാകുന്ന മണ്ഡലങ്ങളിൽ NDA സ്ഥാനാർത്ഥിയുടെ അല്ലെ BJP-യുടെ സ്ഥാനാർത്ഥിയുടെ വോട്ടിളക്കണം. അവരെത്ര നേടിയിട്ടുണ്ട്, അവർ ഇവരുടെ വോട്ട് നോക്കണം. ജയിച്ചിട്ടുള്ളത് പോലും ചിലപ്പോൾ ഭൂരിപക്ഷം കുറവായിരിക്കും UDF-ന്റെ, കോൺഗ്രസിൻ്റെ. BJP-യുടെ വോട്ട് നോക്കണം, ഉയർന്നു നിൽക്കുകയായിരിക്കും. അപ്പോൾ ഇവർക്ക് കിട്ടേണ്ട വോട്ടാണ് BJP പിടിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ അവർ കോൺഗ്രസ്സുകാർ വലിയ സന്തോഷിച്ചിരിക്കുകയാണ്. കാരണം ഈ ക്രൈസ്തവര് പിന്നെ സ്നേഹത്തോടെ UDF-നോട് അടുക്കുക എന്ന് നമുക്കറിയത്തില്ല അതിൻ്റെ ഒരു കാരണം. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഓടി നടക്കുന്നുണ്ട് അരമനകളിലൊക്കെ, ഈ ബിഷപ്പുമാരെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി. ഷോണുമായിട്ടാണ് പിന്നെ എല്ലായിടങ്ങളിലേക്കും പോകുന്നത്. അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്, അവരുടെ മോചനവും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറി വരും, അതായിക്കൊള്ളട്ടെ. പക്ഷേ ഇത് ഇവർക്ക് വലിയ ഭയം ഉണ്ടാക്കുന്നുണ്ട്. ആ പ്രശ്നം ഇനിയും കെട്ടടങ്ങിയാലും, കന്യാസ്ത്രീകളുടെ വിഷയം കെട്ടടങ്ങിയാലും ഇനിയും കോൺഗ്രസ്സുകാർ ഭയക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. കാരണം ഭയന്ന് പറ്റുകയുള്ളൂ. ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. ആ വോട്ട് മുഴുവനായിട്ടും കോൺഗ്രസിലേക്ക് വീഴത്തില്ല, BJP-യിലേക്ക് കൂടി പോകും
എന്നുള്ള ഒരു സത്യമാണ്. പിന്നെ പാലോട് രവി ഇത് പറഞ്ഞപ്പോൾ എന്താണ് എല്ലാവരും എങ്ങനെ എടുത്തെന്നറിയാമോ? അയാൾക്ക് പിന്നെ ഇപ്പോഴും ആർത്തി അവസാനിച്ചിട്ടില്ല, ഇനിയും മത്സരിക്കണം. അതുണ്ടാകുമല്ലോ. അത് ഈ പറയുന്ന ഏത് കോൺഗ്രസ്സുകാരനാണ് ഇല്ലാത്തത്? കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കില്ല, അതുകൊണ്ട് BJPയുമായി ഒരു അന്തർധാരയിലൂടെ നെടുമങ്ങാട് മത്സരിക്കാനാണ് നീക്കം എന്ന ഒരു വിമർശനം ഉണ്ടായിരുന്നു. അതെ, BJPക്ക് അല്പം സാധ്യതയുള്ള മണ്ഡലം കൂടിയാണ് നെടുമങ്ങാട്. ലോക്സഭയിലെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്നതാണ്, 2ാം സ്ഥാനത്തായിരുന്നു. അപ്പോൾ പാലോട് രവിക്ക് അവിടെ അല്പം സ്വാധീനമൊക്കെ ഉള്ളത് കൊണ്ട് ഒരു വിജയത്തിലൂടെ വരെ വിജയത്തിലെത്തിക്കാമെന്നുള്ള കണക്കുകൂട്ടലും ഒക്കെ BJPക്കും ഉണ്ടാകാം. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പക്ഷേ BJPയുമായിട്ട് നീക്കുപോക്കുകളും ചർച്ചകളും ഒക്കെ നടന്നിട്ടുണ്ടോയെന്നും അറിയത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ ഈ പ്രാദേശിക നേതാവും പാലോട് രവിയും തമ്മിലുള്ള ഒരു ധാരണയിൽ ഇത് പുറത്തുവിട്ടതും ആകാം. പക്ഷേ ഇത് ഇങ്ങനെ ഒരു സംഭാഷണം പുറത്തു പോയതിൻ്റെ പേരിൽ പാലോട് രവിയെ ഇവർക്ക് ഈ അച്ചടക്ക കാര്യസമിതിക്ക് ശിക്ഷിക്കാനൊന്നും പറ്റത്തില്ല. കാരണം പാലോട് രവി ഒരു പ്രവർത്തകനോട് അല്ലെങ്കിൽ ഒരു ചെറിയ നേതാവിനോട് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞു. അതിനെന്താ കുഴപ്പം? അദ്ദേഹം DCC പ്രസിഡന്റ് അല്ലേ. ഇപ്പം സംഭവിച്ചത് എന്താ? DCC പ്രസിഡന്റ് സ്ഥാനം പോയി എന്നുള്ളതാണ്. 3 വട്ടം MLA ആയിരുന്നു നെടുമങ്ങാടിൻ്റെ, പിന്നെ ഡെപ്യൂട്ടി സ്പീക്കറും ആയിരുന്നു. 70 വയസ്സായി കാണും. അപ്പോൾ മാറി നിൽക്കണം എന്നുള്ളത് ഇനി അങ്ങോട്ട് ആലോചിക്കാൻ വയ്യ എന്നുള്ളതാണ്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അധികാരത്തിൽ ഇപ്പം CPMകാർ 2 തവണയൊക്കെ മത്സരിച്ച അവരെയൊക്കെ തന്നെ മാറ്റി നിർത്തും. കോൺഗ്രസ്സിൽ അങ്ങനെ ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ പരാജയപ്പെട്ടാലേ മാറുകയുള്ളൂ. അല്ലെ വിജയിച്ചുകൊണ്ടിരുന്നാൽ തുടർച്ചയായി മത്സരിച്ചുകൊണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് നോക്കിക്കേ, എന്താ ഇത് 8ഓ 9ഓ തവണയായില്ലേ? അപ്പോൾ അതിങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുക. ഇനി അടുത്ത 29ലും വരും കൊടിക്കുന്നിൽ മത്സരിക്കാനായിട്ട്. ഇനി അത് കിട്ടുന്നില്ലെങ്കിലോ ഉടനെ ജാതി കാർഡ് എടുക്കുകയാണ്. ഇങ്ങനെ ദളിതനോട് ഇങ്ങനെ കാണിക്കുന്നു, അങ്ങനെ കാണിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു സമീപനത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ്. അപ്പോൾ ഈ തിരുവഞ്ചൂരിൻ്റെ ഈ അന്വേഷണം, അത് പാർട്ടി ജനങ്ങൾ ഇത് വലിയ ഗൗരവത്തിൽ കണ്ടല്ലോ ഈ സംഭവം UDFൻ്റെ. പക്ഷേ ഇതിനകത്ത് ഇത് പുറത്തു പോയതോടുകൂടി എന്താ സംഭവിച്ചത്? കോൺഗ്രസ്സുകാർ തന്നെ ഇതിനെ നന്നാക്കാനായിരുന്നുവെങ്കിൽ ഈ പ്രാദേശിക നേതാവ് ഇത് പുറത്തുവിടത്തില്ലായിരുന്നല്ലോ. ഇത് മലന്ന് കിടന്ന് തുപ്പുകയല്ലേ ചെയ്യുന്നത്. ഇത് പുറത്തു പോയതോടുകൂടി ജനങ്ങളും എന്ത് ചെയ്തു? കോൺഗ്രസ് പാർട്ടി രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് അവിടെ വിലയിരുത്തി കഴിഞ്ഞു. പിന്നെ അണികളിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ തന്നെ എന്ത് ചെയ്തു? ഇങ്ങനെ പോയാൽ നമ്മൾ എന്തിനാ കിടന്ന് പ്രവർത്തിക്കുന്നത്? ഈ പ്രവർത്തനം ഒക്കെ തന്നെ വെറുതെ ആയി പോകത്തില്ലേ എന്നൊക്കെ അവർ തന്നെ അത് വിശകലനം ചെയ്യും. തിരുവഞ്ചൂരിൻ്റെ അന്വേഷണം എങ്ങനെയായിരിക്കും? തിരുവഞ്ചൂരിൻ്റെ അന്വേഷണം ഇപ്പോൾ എങ്ങനെ വരാൻ? ഇത് പാലോട് രവി ഇത് പുറത്തുവിട്ട എനിക്ക് തോന്നുന്നു പ്രാദേശിക നേതാവിന് ആണ് കുറ്റകരം എന്നുള്ള രീതിയിൽ പോകും. അല്ലെങ്കിൽ തൊട്ടും തൊടാതെയൊക്കെ എങ്ങനെ പോകും. അതാണ് കോൺഗ്രസ്സുകാർ. അടുത്ത ഒരു തീരുമാനവും ഉണ്ടാകത്തില്ല. ശശി തരൂരിനെ ഇവരിങ്ങനെയാണെന്നുണ്ടെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കണമല്ലോ. എന്ത് കൊടുക്കും? തരൂർ ചെയ്യുന്നതും ഈ പ്രാദേശിക നേതാവായ ജലീൽ ചെയ്തതും എന്താണ്? തരൂർ അവിടെ നരേന്ദ്രമോദിയുടെ കാര്യങ്ങളെ അദ്ദേഹം വാഴ്ത്തുന്നു. ഇവിടെ BJP അല്ല, ചിലപ്പോൾ ഈ അന്വേഷണം കഴിഞ്ഞത് പിന്നാലെ ശശി തരൂരിനെ കുറിച്ചും തിരുവഞ്ചൂർ അന്വേഷിക്കും. അതെ, തിരുവഞ്ചൂർ ചിലപ്പം അന്വേഷിക്കേണ്ടി വരും എന്നുള്ളതാണ്. തിരുവഞ്ചൂരിൻ്റെ കയ്യിലൊന്നും നിൽക്കത്തില്ല. അതുകൊണ്ടാണ് അത് കയറി തൊടാത്തത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.